ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. വിശേഷ ദിവസങ്ങളിൽ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇതുപോലൊരു പാൽ കൊഴുക്കട്ട തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി തന്നെയായിരിക്കും കേട്ടോ മുമ്പിലുണ്ടാകുന്നത്. എന്നാൽ ശരി, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പാൽ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ട് അത് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടി ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസമേ ഒന്ന് കുതിർക്കാൻ വെള്ളത്തിലേക്ക് ഇട്ടിരുന്നാൽ മതിയാവും. നമ്മുടെ ഈ കടലപ്പരിപ്പെല്ലാം ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ കടലപ്പരിപ്പും കൂടി ചേർക്കാവുന്നതാണ്. പകുതി അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബാക്കി പകുതി നമുക്ക് പിന്നെ വേറെ വേണ്ടതാണ്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം എന്താ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയും കൂടിയാണ്. കൂടുതൽ ചേർക്കണ്ട കേട്ടോ, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഇനി ശർക്കര എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു തുടങ്ങട്ടെ. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടിയാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും 1.5 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടത്. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നല്ലതുപോലെ തണുത്തിട്ടില്ല, ആ ഒരു ചൂട് ഇപ്പോഴും ഉണ്ട്. ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നിറയെ വറുത്ത കറുത്ത എള്ളും കൂടിയാണ്. എള്ള് വറുത്ത് തന്നെ ചേർത്തേക്കണം. എള്ളും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കയ്യിലേക്ക് ഒരല്പം എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കയ്യിലേക്ക് എടുത്തിട്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ മാവും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ മാവെല്ലാം കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും മാവ് ഞാനിപ്പോൾ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വേണ്ടത് വീണ്ടും ഒരു കടായിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു അല്പം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തും മുന്തിരിയും ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയും കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിത് എടുക്കാവുന്നതാണ്. ബാക്കി വന്ന നെയ്യിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളിതാ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന ബാക്കി കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനോടൊപ്പം പിന്നെ വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. കല്ലും പൊടിയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചൂടാക്കി ഒരല്പം വെള്ളം കൂടി ചേർത്ത് ചൂടാക്കിയിട്ട് അരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പൊക്കെ ലൈറ്റായിട്ടൊന്ന് വെന്തും കിട്ടണം. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ 2 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളക്കുകയാണ്. ഈ ഒരു സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് മാത്രം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയത്ത് മിക്സ് ചെയ്യരുത്, ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ ബോൾസ് എല്ലാം നന്നായിട്ട് ഇതിനെ വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ എടുത്ത് മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു മാവിൻ്റെ ഒരു പേസ്റ്റ് കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഈ മാവിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ലൊരു തിക്നെസ്, നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായി കിട്ടും. എങ്ങാനും നമ്മുടെ വിചാരിച്ച ആ ഒരു തിക്നെസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവൊന്ന്, അതായത് അരിമാവൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്കിത് എത്രത്തോളം കട്ടിയായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കട്ടി നമുക്ക് ആവശ്യമായിട്ടില്ല, ഇത് ഇത്രയും തന്നെ ധാരാളം മതിയാവും. ഇനി നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ നല്ല കട്ടിയായിട്ടുള്ള 1 തേങ്ങാപ്പാലും കൂടി, ആ തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർക്കാം. ഒരു 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. പശുവിൻ പാൽ ഇതിലേക്ക് ചേർക്കരുത്, തേങ്ങാപ്പാലിൽ തന്നെ നമ്മളിതൊന്ന് തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, എന്നിരുന്നാലും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു പാൽ കൊഴുക്കട്ടയാണ്. ഏത് വിശേഷ ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലൊരു പാൽ കൊഴുക്കട്ട തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അതല്ല കുറച്ച് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ബാക്കിയുള്ളവർക്കും തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർ ചോദിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാൽ കൊഴുക്കട്ടയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.